ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ്. ഇവ മേരി മാർഗ്രറ്റിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി രാകേഷിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ മിസ്റ്റർ സെറ്റോക്സ് സമീൽ ഇവിടെ ഇരിപ്പുണ്ട്. സമീലിക്ക ഇവിടെ വന്നാ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടുന്നോണ്ട് വന്നത്. എന്താ വേറെന്താ പറയുന്നത് അതിന് വന്നല്ല അങ്ങനെ പറയല്ലോ. സമീലിക്ക് ഇവിടെ നെയ്ച്ചോറും ചിക്കനും കഴിച്ചോണ്ടിരിക്കുക. രാകേഷ് ഇവിടെ. രാകേഷ്, എന്താണ് വിശേഷം? ഇന്ന് നല്ല വിശേഷം. ഇവന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ഇവൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറെ സർപ്രൈസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല. ഇവിടെ സർഫ് ഉണ്ട്. സർഫ് സെറ്റ് അല്ലടാ എല്ലാം അടിപൊളി. യമു സൂപ്പർ ഇടാ. സൂപ്പർ എന്നല്ല, ഫുഡ് അടിപൊളി. അതെനിക്ക് നന്നായിട്ട് അറിയാലോ. ഇവിടെ നമ്മുടെ പുതിയൊരു അതിഥി കൂടി ഉണ്ട്. പേര് പറയണം. അൻസൽ. സമീൽക്കട വലങ്കയ്യാട്ടോ. അതാണ് നിങ്ങൾ വലതുഭാഗത്ത് എത്തിയിരിക്കണേ. ഓക്കെ, അപ്പൊ ഇവിടെ ഫുഡ് അടി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ട്, യമുന ഉണ്ടാക്കിയതാണ്. ഫിഷ് ഗ്രിൽ ഉണ്ട്, യമുനയുടെ അമ്മ ഉണ്ടാക്കിയതാണ്. ഇവിടെ വന്നിട്ട് നെയ്ച്ചോറുണ്ട്, രാകേഷ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡ് അടി പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ വന്നിട്ട് സ്ത്രീജനങ്ങളിലെല്ലാം ഉണ്ട്. ആദ്യം നിൽക്കുന്നത് മിസ് യമുന. എന്തല്ല യമുന വിശേഷം? ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞു ബാബ ഉറങ്ങിയിട്ടില്ലതല്ലേ? അപ്പൊ ഇവിടെ യമുനയുണ്ട്, ഇവിടെ പാത്തു ഇരിപ്പുണ്ട്. പാത്തുനെ കണ്ടുകഴിഞ്ഞാൽ ഇന്ന് ബർത്ത്ഡേ പാത്തുവിന്റെ ആന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഗ്ലാമർ ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഗ്ലാമർ പാത്തുവിനാ. സമീലിക്ക, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഈ 4 പേരിൽ ഏറ്റവും ഗ്ലാമർ പാത്തുവിനല്ലേ? എല്ലാം തല്ലിട്ടു. അതെ, ഇപ്പൊ പാത്തു ഇവിടെ വന്നിട്ടുണ്ട്. പാത്തു, എന്താ ഈ ഗ്ലാമറിന്റെ രഹസ്യം? 2 വാക്കിൽ. ഡെയിലി നമ്മള് മനസ്സ് തുറന്ന് ചിരിച്ചാല് നമ്മള് നല്ല ലുക്ക് ഉണ്ടാവും പറയുന്നത്. അത് ചിരിക്കാൻ വേണ്ടിയുള്ള ഡെയിലി അജയ് സ്റ്റീഫന്റെ വ്ളോഗ് കാണാറുണ്ട്. എന്ത് വെറുപ്പിക്കല. ഡെയിലി 2 പ്രാവശ്യം കാണും. കണ്ട പഴയ വ്ളോഗ് അത് നമുക്കൊന്ന് കണ്ടാലിന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ പാത്തുണ്ട്. പാത്തുവിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയ താരം മിസ് വിന്നി. അസ്സലാമു അലൈക്കും. എന്തല്ല വിശേഷം? ഇന്ന് കഴിക്കണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ വിഭവം? ചിക്കൻ കറി അടിപൊളി, നെയ്ച്ചോറ് നല്ല രസമുണ്ട്, കച്ചമ്പറ് നല്ല രസമുണ്ട്. മറ്റില്ല, ഗ്രിൽ ഫിഷ് അത് അടുത്തില്ല. അത് ബർത്ത്ഡേ ഗേളിന്റെ സ്പെഷ്യൽ. കേക്ക് ആയിട്ട് മുറിക്കാൻ വേണ്ടിട്ട് ഗ്രിൽ ഫിഷ്. ഇവക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മീൻ. മീൻ ഞാൻ തന്നെ ഫസ്റ്റ് എടുത്തു. മിസ് മേരി മാർഗരറ്റ് ഉണ്ട്. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ബർത്ത്ഡേ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. പോയി എല്ലാരും കാണുമ്പോ എന്ത് തോന്നുന്നു? ഹാപ്പി. ഞാൻ വേണമെങ്കിൽ ബർത്ത്ഡേ വിഷ് ഒരെണ്ണം പറയട്ടെ. പറഞ്ഞു. എല്ലാ വർഷവും ദുബായിൽ കൊണ്ട് അതടിപൊളി. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം ദുബായിൽ. ഓഗസ്റ്റ് മാസം വരുന്നില്ല, ഏതെങ്കിലും വർഷം. പിന്നെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം. ബർത്ത്ഡേക്ക് വരണം എന്നാ പറഞ്ഞത്. അന്ന് പിന്നെ അടുത്ത വർഷം മുതൽ വിന്ററിൽ കൊണ്ടുവന്നാൽ മതി. എന്താ മേരി മാർഗരറ്റ്, വേറെ എന്തെങ്കിലും വിഷയം? വേറെ വിഷില്ല, തൽക്കാലം വിഷ് സാധിച്ചു കൊടുക്കുന്നതായിരിക്കും അജയ് സ്റ്റീഫൻ. എല്ലാരും കണ്ടിട്ടാ, സാക്ഷികൾ കൊറേ ഉണ്ട്. ഇതെന്നെക്കാൾ ആവശ്യം പാത്തുനാണ്. കേട്ടില്ല. അജയ് പറയാ പുല്ല് വ്ളോഗ് ചെയ്യണ്ട. ഇയാള് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യും. ഓർമ്മയുണ്ട് കഴിഞ്ഞ വീഡിയോയില് കഥ തുടങ്ങി സറത്തിനെ കൊണ്ട് ഇരുന്ന് കഥ പറയിപ്പിച്ചിട്ടേ ആ വീഡിയോ കണ്ടുപോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു കാൽഭാഗം പോലും ഉണ്ടായിരുന്നില്ലടാ. ഇവന്റെ മുഖം പോലും നീ കാണിച്ചില്ല. ഏതില്? കഴിഞ്ഞ വ്ളോഗില് ഞാൻ എടുക്കുമ്പോഴേ പറഞ്ഞായിരുന്നു അത് ഉണ്ടാവില്ല. എനിക്കറിയാം ഇതും ഉണ്ടാവില്ല. അറിയാ ഇവനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണോ? ബാക്കി ആരെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചിട്ട് ഓന്റെ സംസാരം മാത്രം ഇടും. ഈ ചെക്കനെ കൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുക്കുമ്പോ പറഞ്ഞില്ല എടാ ഇത് വരില്ല എന്ന്. ഇല്ല, സമാധാനം. ഗുണം തയ്ച്ചാ ഇത് ഇവരും കാണാൻ പോകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ട്. ഓ വീണു, പിന്നെ ഇവയ്ക്ക് മാറി കൊടുക്കണു. തന്താനെ താനേ തന്തിപ്പന്താരോ താനോ. എന്റെ മിക്സിങ് എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാം. ഇങ്ങനെയാണോ സർഫയ്ക്ക് വാരി കൊടുക്കാറ്? എനിക്ക് ഇങ്ങോട്ട് കാര്യം തരാറുള്ളൂ.
സർഫ് ഇപ്പോഴും ജീവിച്ചു പോട്ടറാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടികളും സന്തോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ചെറിയൊരു കേക്ക് കട്ടിംഗ് പരിപാടി ഉണ്ടാവുന്നതായിരിക്കും. ഇന്ന് രാവിലെ ഒരു റീലിൽ ഞാൻ കണ്ടു, നമ്മള് ഭാര്യയായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി, എന്തോ സാധനം ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. പെട്ടെന്ന് എന്തോ ഒരു കേക്ക് മുറിക്കലും കാര്യം എന്തോ പറയുന്നിട്ട് അല്ല അങ്ങനെയല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. റീലില് വേറെ, യൂട്യൂബില് വേറെ. അല്ല അങ്ങനെയല്ല, രാവിലെ റീലത് പറഞ്ഞു. ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും, അവിടുന്ന് ചെറുതായി ഒന്ന് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വ്ളോഗിലെങ്കിൽ നിങ്ങക്ക് എന്റെ കൂടെ നിന്നൂടെ പറഞ്ഞു. അല്ല അജയ് ചേട്ടാ, ഞാൻ കേട്ടിനു. അജയ് ചേട്ടൻ എല്ലാ വീഡിയോയും കൃത്യമായി ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കും. അത് എനിക്ക് മറ്റേ കംബാക്ക് വ്ളോഗ് ഇട്ടപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് അജയ് സ്റ്റീഫൻ അജയ് സ്റ്റീഫൻ അജയ് സ്റ്റീഫൻ അജയ് സ്റ്റീഫൻ, ലൈക്ക് എനിക്കൊന്നും ഒരു 200+ കമന്റ്സ് അജയ് സ്റ്റീഫനെ പറ്റിയായിരുന്നു. അജയ് ചേട്ടന്റെ മാസ്റ്റർ പ്ലാൻ ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെയാണ് കമന്റ്സ് വന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾ മറുപടി പറയണമെന്നില്ല കേട്ടോ. ഞാൻ തിരക്കിലാണ്, ഞങ്ങക്ക് പറയണ്ട. പക്ഷെ ഇവൻ അന്ന് വന്ന് ക്യാമറ എടുത്തിട്ട് എന്നെ മുമ്പ് കുറച്ച് സംസാരിച്ചു. അന്ന് ഫസ്റ്റ് വ്ളോഗില് അത് കണ്ടപ്പോ എനിക്കിങ്ങനെ ചെയ്യാന്നില്ല. അതുവരെ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ചെയ്യാന്നില്ല. ആൻഡ് താങ്ക് യു അജയ് സ്റ്റീഫൻ. പക്ഷെ അടിപൊളിയായില്ലല്ലോ തുടങ്ങിയപ്പോ ഒരു ഭയങ്കര ഒരു അതില് നമ്മള് ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ചെന്തെങ്കിലും വ്യൂസ് വരുമായിരിക്കുന്ന ചെറിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇട്ടത്. പക്ഷെ ആക്ച്വലി അതിന്റെ റെസ്പോൺസ് വളരെ അധികമായിരുന്നു. പിന്നെ കമന്റ്സ് കുറേ വന്നു. അപ്പൊ വെരി ഹാപ്പി. അപ്പൊ ഇനി കേക്ക് കട്ടിങ്ങിന് കാണാന്ന് പറ. ഗൈസ്, ഇനി കേക്ക് കട്ടിങ്ങിന് അല്ല അങ്ങനെ പറയല്ലേ, നീ എന്തെങ്കിലും ചേർത്ത് പറ. ഞാൻ എന്താ ചേർത്ത് പറയണ്ടേ? ചേർത്ത് കഴിച്ചാ പോരെ എന്നൊക്കെ. പ്രായം കൂടുമ്പം അതെ, അതിന്റെ ഒരു സങ്കടമാണ് ഭയങ്കര സങ്കടമാണ്. അതെ, അതുകൊണ്ടാണ് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ. അങ്ങനെ അല്ല, എനിക്കുണ്ടാവാറുണ്ട് അങ്ങനെ. 29 ശേഷം ബട്ട് സ്റ്റിൽ. അപ്പൊ എന്തായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി കേക്ക് കട്ട് ചെയ്യുമ്പോ താങ്ക് യു സോ മച്ച്. വായിച്ചോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ യുവദീദി. ദിസ് ഈസ് എ ഡേ ദാറ്റ് ഈസ് സ്പെഷ്യൽ ടു യു us and everyone. അയ്യടാ, ഫ്രം ഇസ ആൻഡ് റയ. ഇത് കറക്റ്റ്. ഇതാണോ? അവര് നല്ല എന്താ പറയാ ഹാൻഡ് റിട്ടൺ കാർഡൊക്കെ എനിക്ക് തന്നു. എന്താ പറയാ, അധികം ഒന്നും പറയല്ല. താങ്ക് യു ഗൈസ്. അപ്പൊ നമ്മുടെ കേക്ക് മുറിക്കൽ പരിപാടി ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എക്സൈറ്റഡ് നമ്മുടെ ഭാഗത്ത്. എന്താ സന്തോഷം എനിക്ക് തന്നെ അറിഞ്ഞത്. അലിയാൻ തുടങ്ങി. മേരി മാർഗരറ്റ് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നേക്കും 2 വാക്ക്. ആക്ച്വലി വട്ടത്തിലുള്ള കേക്ക് മുറിച്ച് എനിക്ക് പരിചയം. എങ്ങനെ മുറിക്കണ്ടേ? സൈഡ് ഇങ്ങനെയാ അപ്പൊ 2 വാക്ക് സംസാരിച്ചിട്ട് കട്ട് ചെയ്യും. 2 വാക്ക് എന്ന് പറഞ്ഞാൽ ഇത് അലിഞ്ഞു തുടങ്ങി. അപ്പൊ എന്തായാലും ഞാൻ കട്ട് ചെയ്യാൻ പോവാ. ഇപ്പൊ നീ അരമണിക്കൂറും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓഗസ്റ്റ് 9 ആവും. അപ്പൊ അതിന് മുന്നേ ഞാൻ കട്ട് ചെയ്യട്ടെ. എന്റെ ഫ്രെയിം നല്ല ഇഷ്ടം. ഇവ അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ജന്മദിനാശംസകൾ നേരുന്നു. അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. തുടക്കത്തോളം കഴിച്ചല്ലോ നന്നാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. Happy birthday to you. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. Happy birthday, happy birthday, happy birthday to you. It's your birthday. Happy birthday. It's your birthday. Happy birthday. ഭയങ്കര ടേസ്റ്റ്. ഇവളെ മനസ്സ് പോലെ കേക്കും. അത്ര നല്ലതായി. നല്ല രസമാണ്. നല്ല ബ്രൗണിന്റെ ഉള്ളിൽ ഐസ്ക്രീം വെച്ച യുവർ ചോയ്സ് ഓഫ് കേക്ക്സ് ആർ ഓൾവേസ് പൊളി. അയ്യോ, ഞാനല്ല കേക്ക് സെലക്ട് ചെയ്തേ. ദേ ഇരിക്കണ ആള്. പൊന്നൂട്ടനെ സെലക്ട് ചെയ്ത്. ആ, പൊന്നുന്റെ സെലക്ഷനാ. അടിപൊളി പൊന്നോ. താങ്ക് യു പറയണം നമ്മള്. താങ്ക് യു സോ മച്ച്. എടാ ചട്ടോനുണ്ടാ? ഇതൊന്ന് ബിരിയാണിയാ. ചട്ടോനുണ്ടാ? ചട്ടോൻ ഞാൻ കരുതിയത് കാസർഗോഡത്തെ ഏത് ഭാഷയാണ്. ഇതിന്റെ പേരാണോ ബാത്തു? പാറ്റില. സ്പാച്ചുല. 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 2 പീസ് വേണം. ചട്ടോനും സ്പാച്ചുല. പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. ആ സ്പാച്ചിലോണ്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. മനപ്പുറം കാണാപ്പടം പഠിക്കുന്നതാണ്. അടുത്തടുത്ത പോയിട്ട് പറയണ്ടേ. ബർത്ത്ഡേ ഗേളിന് മധുരം കൊടുക്കട്ടെ. ബർത്ത്ഡേ ഗേളിന് മധുരം കൊടുക്കട്ടെ.
ഇവള് പോയായിരുന്നല്ലേ കേട്ടില്ല അങ്ങനെ പറയാം. പാത്തുന്ന് വേറെ വൈബിലാട്ടാ, വേറെ മൂഡിലാണ്. അതെ മൂടില്ല. അതെ. എടാ ഇത് മുഴുവൻ നീ എടുത്തോ. സൈഡ് എനിക്കുണ്ട്. അയ്യോ രാകേഷേട്ടൻ കൊറേ നേരമായി പറയുന്നത് മേലെ നല്ല ഐസ്ക്രീം ഉണ്ട്, മേലെ നല്ല ഐസ്ക്രീം ഉണ്ട്, വിപ്പിംഗ് ക്രീം. ഐസ്ക്രീം കേക്ക് അല്ലടാ, ഞാൻ കരുതിയിട്ടില്ല അതിനകത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടാവുന്നൊന്നും. കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആഹാ, പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ നിനക്ക് വേണം, നമ്മൾ ചോദിക്കുമ്പോ വേണ്ട. വേണ്ടാന്ന് തന്നെ പറഞ്ഞത് അവരോടും. അതെ, നീ വേണ്ടെന്ന് പറഞ്ഞപ്പോ നീ ഓക്കെ എന്നിട്ട് പോയി, അവരതുപോലെ പോയില്ല. അതാണ് അത് വ്യത്യാസം. വിന്നിനെ നോക്ക്. എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കിട്ടൂല. നല്ല ഡിഷ് വേണ്ടേ? വെള്ളം ഇറക്കരുതേ. സർപ്രൈസ് ആയിട്ട് അവരൊന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും, കുഞ്ഞിത്. അപ്പൊ അത് കൊടുക്കാന്ന് പറയുമ്പോ അവരെന്തോ ഓർത്ത് വരാം എന്നിട്ട് അങ്ങനെ പോയിട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ. ഞാൻ പിന്നെ LKG പഠിക്കുന്ന കൊച്ചാണല്ലോ, ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലാത്ത പോലെ ഇരിക്കുന്നു. സ്ഥിരം സർപ്രൈസ്, ബർത്ത്ഡേക്ക് സർപ്രൈസ് അത് ഒന്നും മനസ്സിലാവാത്ത അന്നറിയണ്ട. ഗിഫ്റ്റ് കൊടുത്തോ. Close your eyes. Happy birthday to you. കണ്ണടയ്ക്കാൻ. അടുത്ത ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് വരുന്നുണ്ട്. ബ്രാൻഡുകളൊക്കെ കണ്ടിട്ട് എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്. താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഓപ്പൺ നീ എന്താ കരയാണോ? 20 മിനിറ്റ് കൂടിയുള്ളൂ, കരയരുത്. 20 മിനിറ്റ് ശേഷം നീ എന്തോടും ചെയ്തോ. കവർ മാത്രമേ ഉള്ളൂടാ. രാകേഷ് അല്ലേ, അവൻ 1 to 10 വാങ്ങിയതായിരിക്കുള്ളൂ. എടി നിന്റെ മുഖത്തുള്ള എക്സ്പ്രഷനേക്കാൾ കൂടുതൽ ഇവിടെ ക്യാമറ വെച്ചിരിക്കും. ഓപ്പൺ ഇപ്പൊ ഓപ്പൺ ചെയ്യാം അല്ലേ? എടാ താങ്ക് യു പറഞ്ഞ. താങ്ക് യു, ഞാൻ ഓൾറെഡി പറഞ്ഞു. താങ്ക് യു ഗൈസ്. നല്ല അടിപൊളി സെഫോറയുടെ നൈസ്. രാകേഷ് രാവിലെ തന്നെ സെഫോറിൽ പോയിട്ട് കയ്യുമ വരച്ചിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്റെ വാട്സപ്പില്. ഏതാ എടുക്കണ്ടേ? രാകേഷ വാട്സപ്പിലുണ്ട് എന്റെ. സെഫോറ രാവിലെ പോയപ്പോ ഇത് തുറന്നിട്ടില്ല. ഞാൻ എന്നിട്ട് സെഫോറന്റെ വെളിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അവര് തുറക്കുമ്പോ ഫസ്റ്റ് ഞാനാ കയറിയത്. എന്നിട്ട് ഏട്ടനോട് ചോദിച്ചു എന്നാ ഏതാ ഞാൻ പറഞ്ഞു ഏട്ടാ ഏറ്റവും ബെസ്റ്റ് എന്നാ ഈ വിന്നിക്ക് മെസ്സേജ് അയച്ച വിന്നി കറക്റ്റ് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ വിന്നിക്ക് ഇതിന് അവരെ കൊണ്ട് എന്നോട് ഞാൻ പറഞ്ഞു ആ ഉള്ളതെല്ലാം ഒന്ന് വരച്ചിട്ട് കയ്യിലെത്താ. ഓ നീ പെണ്ണുങ്ങളെ കൊണ്ട് ഒരപ്പിക്കുന്നതാ. പിന്നെ നമ്മൾ മാക്കിന്റെ ചെയ്യാൻ ഒപ്പിച്ചടാ. ഇത് ഒരു ബാഗ് ഇതുണ്ട്. ശരിക്കുള്ള ഗിഫ്റ്റ് മറ്റേതാ. എനിക്ക് നല്ല പരിപാടി. എല്ലാ പ്രാവശ്യം ഓഗസ്റ്റിൽ തന്നെ വന്നാൽ മതി. എനിക്ക് ഇഷ്ടമായി. എന്നിട്ട് സോക്രിയ ഓഗസ്റ്റിൽ തന്നെ വന്ന സ്റ്റോക്ക്. അതായത് പിങ്ക് ലൈറ്റ്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് എന്താ വേണ്ടത് കറക്റ്റ് അറിയാം. തിളങ്ങണ സാധനം വാങ്ങി ഇതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങാൻ പോകുന്നത്. അപ്പൊ വാങ്ങി വന്നപ്പോ ഇത് കവർ കണ്ട് എന്നോട് ചോദിച്ചു യുവതീതിക്കുള്ള ഗിഫ്റ്റ് എന്തെങ്കിലും തിളങ്ങുന്ന സാധനമാണോ? ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു എങ്ങനെ മനസ്സിലായി യുവതീതിക്ക് ഗ്ലോ ഭയങ്കര ഇഷ്ടം. ശരി. താങ്ക് യു സമീലിക്ക, പാത്തു ആൻഡ് ഇസ. പക്ഷെ ഇതെന്താണ്? പെട്ടി മാത്രമേ ഉള്ളൂ. തുറക്കുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടി മാത്രമേ ഉള്ളൂ. ഇവ നല്ല ഭാഗ്യ. അതെ നല്ല താങ്ക്സ്. അടിപൊളി. നല്ല ഹൈറ്റ് തോന്നുന്നു. നിന്റെ സൈസ് തന്നെ എടുത്തേ. താങ്ക്സ്. നല്ല കളറും എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എല്ലാം വളരെ ഒന്നുമില്ല. താങ്ക്സ്.
എടാ പറഞ്ഞിട്ട് ഇത് മറ്റേ അല്ല ഇത് എന്താ പറയാ മറ്റേ ഇങ്ങനെ അല്ല റിട്ടേൺ ഗിഫ്റ്റ് കുഞ്ഞു റിട്ടേൺ ഗിഫ്റ്റ് അല്ലെങ്കിലോ എന്നാലും ഗിഫ്റ്റ് ചെയ്യുന്നു. അതെ എനിക്ക് എന്താ നാളാവണ ചേച്ചിട്ട് ഓഫ് ശരിക്കും നമുക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ചമ്മിപ്പോയേനെ. വലിയ ഒന്നുമല്ല അങ്ങനെ പറയില്ല ചേട്ടാ. അടുത്ത ടീമിലേക്ക് കൊടുക്ക്. അതെന്താ അല്ല ആർക്കാണെങ്കിൽ കൊടുത്തോ. അയ്യോ എനിക്ക് എന്തോ പോലെ എന്തോ പോലെ അയ്യോ അങ്ങനെ വലിയ സമ്മാനമൊന്നും അല്ല, ചെറിയ സമ്മാനം. കുഞ്ഞെന്തോ ഇനി വിന്നി മാഡം. ഹലോ, ഓൻ ഇത്രയും കഷ്ടപ്പെട്ട് സർപ്രൈസ് ഉണ്ട്, നീ എന്താ കരയാത്ത? ആ 15 മിനിറ്റ് കൊണ്ട് ഞാൻ കരയിപ്പിക്കും. ഞാൻ അറിയില്ലെന്ന്. എന്തായാലും അപ്പൊ എങ്ങനെയായിരുന്നു ബർത്ത്ഡേ ആഘോഷ പരിപാടി? തിരിച്ചിനി പോണ്ടാവാ. താങ്ക്സ്. നീ എന്തിനാ പോകുന്ന ഇടുന്നോ? അതെ അതെ അജയ് പോയിക്കോട്ടെ, നീ ഇടുന്നോ? നല്ല പരിപാടി. ഇവരൊക്കെ നോക്കിക്കോളാൻ നിന്ന്. അതെ. ആക്ച്വലി ഗൈസ് എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കണ്, ഭയങ്കര ഒന്നും മണ്ണില്ലെന്ന് പുറത്ത്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷ പരിപാടികളായിരുന്നു. അപ്പൊ എല്ലാരും കൂടി അടിപൊളിയായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. കേക്ക് കട്ട് ചെയ്തു, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. സോ എവരി വൺ ഈസ് ഹാപ്പി. മേരി മാർഗരറ്റ് ഓൾസോ ഹാപ്പി. ഭയങ്കര ഇതുപോലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ താഴെ ബർത്ത്ഡേ വിഷ് ഇടുന്നവർക്കും മെസ്സേജസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും ബർത്ത്ഡേ വിഷസ് പറഞ്ഞവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇവയുടെ വക താങ്ക്സ്. അപ്പൊ ബൈ ഗൈസ്, നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ മറ്റേ എന്താ പറയാ ക്രിഞ്ചടിച്ചിട്ടൊന്നും വായന വേണമെന്നില്ല, സന്തോഷമാണ്. താണ്